നങ്ങ പറയുന്നത് കേട്ട് പരമൻ ഓടി വന്നു. അമ്മ എന്താ ഈ പറയണത്? ഓൾക്ക് തീരെ വയ്യാണ്ടായിരിക്കണു. ഓളെ നിർബന്ധിക്കണ്ട. പരമൻ അമ്മയെ തടഞ്ഞു. നീ അങ്ങോട്ട് മാറി നിൽക്ക് പരമ. ഓളൊന്ന് പോയി നോക്കിയെന്ന് കരുതി ഉരുകിയില്ലാണ്ടാവൊന്നുമില്ലല്ലോ. പാറു ദയനീയമായി പരമനെ നോക്കി. അതിനുശേഷം നങ്ങയുടെ പക്കലുള്ള പൈസയും വാങ്ങി അവൾ ഒരു പ്ലേറ്റിൽ വൈകുന്നേരം ഉണ്ടാക്കിയ ഉപ്പുമാവും എടുത്തു നടന്നു. തന്നെയും പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യനെ നിരാശനാക്കാൻ അവൾക്ക് പ്രയാസമുണ്ടായിരുന്നു. അയാൾ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുമോ? ഏതു രീതിയിലായിരിക്കും തന്നോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുക? പരമൻ കുട്ടിയെയും ചേർത്ത് വരാന്തയിൽ അവൾ വരുന്നതുവരെയും കാത്തിരുന്നു. പാറുക്കുട്ടി വരുന്നത് കണ്ട മാധവൻ തൻ്റെ ആട്ടുകട്ടിലിൽ നിന്നും എണീറ്റു. തൻ്റെ കൈവശമുള്ള ഉപ്പുമാവ് മേശമേൽ വെച്ച് അവൾ അത് കഴിക്കാൻ ആവശ്യപ്പെട്ടു. എന്തേ, ഇങ്ങോട്ട് കണ്ടിട്ട് ദിവസങ്ങളായിരിക്കണോ? പാറുവിന് എന്നെ അഭിമുഖീകരിക്കാനും ഇക്ക് സഹായം ചെയ്യാനും വിഷമമുണ്ടോ? അയാൾ ചോദിക്കുന്നത് അയാളുടെ ശരികളാണ്. തൻ്റെ അനുവാദം മറ്റാരും ഇവിടെ അന്വേഷിച്ചിട്ടില്ല. ശരിക്കും പരമേട്ടൻ പോലും തന്നെ അവഗണിച്ചില്ലേ? ഇദ്ദേഹം തന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് താൻ എന്തുത്തരം പറയും? അവൾ ഒന്ന് ഇടറി. പാറു, അല്പനേരം ഇരുന്നോളൂ. അവൾ തൻ്റെ കൈവശമുള്ള മിച്ചം വന്ന പൈസ എടുത്ത് മാധവന് നേർക്കു നീട്ടി. ഇതും ഇക്ക് മറുപടി കിട്ടിയില്ല. ആ പൈസ താൻ വെച്ചോളൂ. അത് നിനക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. തൻ്റെ കാര്യങ്ങൾ നടത്തുകയോ എന്തെങ്കിലും ചെയ്യാലോ. പിന്നെ എന്തെങ്കിലും നിനക്ക് ആവശ്യമുണ്ടോ? തൂണിൽ ചാരി നിന്ന് അവൾ ഒന്നുമില്ലെന്ന് ശിരസ്സു വെട്ടിച്ചു കാട്ടി. എങ്കിൽ തനിക്ക് എൻ്റെ ഒപ്പം അല്പനേരം ചിലവഴിക്കാലോ. കുറച്ചു നേരം അവിടെ ഇരിക്കാം. മാധവൻ പാറു കൊണ്ടുകൊടുത്ത ഉപ്പുമാവ് ഒരു കരണ്ടി എടുത്ത് കഴിക്കാൻ തുടങ്ങി. മുടിയിൽ അവിടെയും ഇവിടെയുമായി അല്പം നരച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചു കാലം മാത്രമേ അദ്ദേഹത്തിന് പത്നിസമേതം ജീവിക്കാൻ ഈശ്വരൻ അനുവദിച്ചിരുന്നുള്ളൂ. തൻ്റെ ഭർത്താവിൻ്റെ അമ്മ കാരണം, അതുമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓപ്പോൾ കാരണം അദ്ദേഹത്തിന് രണ്ടാമതൊരു വിവാഹം നീണ്ടുപോയി. അവസാനം ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച ഒരു ഉടമ്പടി ഇങ്ങനെയും. പാറു ദീർഘനേരം അവിടെ തന്നെ ഇരുന്നു. മുൻപിലിരിക്കുന്ന മാധവനായിരുന്നില്ല കണ്ണിൽ. ജീവിതം തന്നെ ഇല്ലാതായ ഒരു കോമാളി. അയാളെ തങ്ങളെല്ലാം ചതിക്കുകയല്ലേ? ഇതിൽ ആരായിരിക്കാം ശരി, ആരായിരിക്കും തെറ്റ്? ഭക്ഷണം കഴിക്കുന്ന മാധവന് അല്പം വിക്കി. പാറു കൂജയിൽ നിന്നും ഇത്തിരി ജലം എടുത്തു കൊടുത്തു. കണ്ണൻ ഓടി വന്ന പാറുവിന് സമീപം നിന്നു. അതിനുശേഷം മാധവൻ്റെ ആട്ടുകട്ടിലേക്ക് ചാടിക്കയറിയിരുന്നു.